ഹായ് ഫ്രണ്ട്സ്, അല്ലൂസ് ലവ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് തനി നാടൻ രീതിയിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് മുട്ട കറി വെക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. ചിലർ യൂസ് ചെയ്യുന്നത് ജീരകം, സാധാ ചെറിയ ജീരകമാണ് ഉപയോഗിക്കാറുള്ളത്. ഞാൻ എടുക്കുന്നത് പെരുംജീരകമാണ്. എനിക്ക് കൂടുതലും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് പെരുംജീരകം ആഡ് ചെയ്യുമ്പോഴത്തേക്കാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോളയും ഞാൻ സവോള ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 മുറി സവോളയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സവോളയുടെ അളവ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ മാത്രമേ മുട്ടയ്ക്കൊക്കെ ഗ്രേവിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ സവോള ഒരു 1.5 മുറി സവോള നമുക്ക് ആവശ്യമായിട്ട് വരും. പിന്നെ നമുക്ക് ഒരു പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സവോള നന്നായിട്ട് വളരെ പെട്ടെന്ന് വഴന്ന് വരുന്നതാണ്. ഇനി നമുക്ക് ഇത് സവോളയും പച്ചമുളകും നന്നായിട്ടൊന്ന് ഒരു 5-6 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതീയിലിട്ടാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 വെളുത്തുള്ളിയും ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ഇഞ്ചിയും അരിഞ്ഞിടുന്നതിനേക്കാളും ടേസ്റ്റ് അത് പേസ്റ്റായിട്ട് ഒന്ന് ചതച്ചിടുക, അല്ല പേസ്റ്റായിട്ട് ഇടുന്നതാണ് കൂടുതൽ കറിക്ക് കൂടുതൽ രുചി. ഒക്കെ ഒരു 2-3 മിനിറ്റും കൂടെ നമുക്ക് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ സവോള അരിയുമ്പോഴത്തേക്കാണെങ്കിലും തീരെ നൈസായിട്ട് അരിയാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ സവോളയ്ക്കൊക്കെ അരിയുമ്പോൾ ഒത്തിരി കട്ടി കൂടുതലാണെങ്കിൽ സവോള വഴന്നു വരാൻ ഒത്തിരി താമസം എടുക്കും. ഇപ്പം നമ്മുടെ സവോള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്, ഏകദേശം ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ നമുക്ക് കറിക്ക് നല്ല കളർ കിട്ടും. അപ്പം ഞാനൊരു 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് ഇത് പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് പൊടികളൊക്കെ ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും തീ കുറച്ചിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തീ കൂടുതലാണെങ്കിൽ നമ്മുടെ മുളക് പൊടി എല്ലാ പൊടികളും കരിഞ്ഞു പോകും. അപ്പം എപ്പോഴും തീ കുറച്ചിട്ടിട്ട് വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ. ഇത് ഏകദേശം നന്നായിട്ട് നമ്മുടെ പൊടികളൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടത് ഒരു ചെറിയ കഷ്ണം തക്കാളിക്ക് ഇതിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. തക്കാളിക്ക് ഇടാൻ താല്പര്യമില്ലാത്തവർ ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്താലും മതി. ഞാനിവിടെ തക്കാളിക്കാണ് ചേർക്കുന്നത്. തക്കാളിക്ക് ഇട്ട് നല്ലതുപോലെ നമുക്ക് പൊടികളും ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2 മിനിറ്റോളം ഇത് അടച്ച് വെച്ച് ചെറുതീയിൽ തക്കാളിക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിത് അടച്ച് വെക്കുകയാണ്. നമുക്ക് ഒരു 2 മിനിറ്റിന് ശേഷം നോക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ തക്കാളിക്കൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച്, നമ്മൾ ആദ്യം സവാള ഇട്ടപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തായിരുന്നു. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തക്കാളിക്ക് ഗ്രേവി ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതേപോലെ നമ്മൾ മുട്ട എടുത്തിട്ട് 4 സൈഡും ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ഒത്തിരി ഉള്ളിലോട്ട് കട്ട് ചെയ്യരുത്, ചെറുതായിട്ട് പുറമേ നിന്ന് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് മുട്ട ഗ്രേവിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മസാല എല്ലാം മുട്ടയ്ക്കകത്തേക്ക് നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ഉപ്പും പുളിയൊക്കെ നോക്കുക. ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക, പുളി ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ആഡ് ചെയ്യുക. ഞാനിവിടെ തക്കാളിക്ക നല്ല പുളിയുള്ള തക്കാളിക്കായിരുന്നു, അപ്പം പുളിയൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് 2 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചെറു തീയിൽ ഒന്നുകൂടെ വെള്ളം കുറച്ചും കൂടെ ഒന്ന് പറ്റി ഒന്ന് വേകുന്നോടം വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഇത് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ കറി നന്നായി പറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അപ്പോൾ തനി നാടൻ രീതിയിലുള്ള മുട്ടക്കറി ഇവിടെ റെഡിയാണ്. നമ്മുടെ അപ്പത്തിനും ഇടിയപ്പത്തിനും പുട്ടിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി. അപ്പം നിങ്ങളെല്ലാവരും ഈ മുട്ടക്കറി ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കാണുന്നതാണ്. അപ്പോൾ ഇതിലും നല്ല അടിപൊളി ടേസ്റ്റിയുള്ള വിഭവങ്ങളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. താങ്ക് യു.